ഹായ്, എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇത് നമുക്ക് നല്ലൊരു അടിപൊളി ചിക്കൻ പുലാവ് തയ്യാറാക്കാം. എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു വലിയ പിടി പുതിനയിലയും ഒരു വലിയ പിടി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 വലിയ പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പകുതി നാരങ്ങ നീര് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് തൈരാണ് കേട്ടോ. അപ്പോൾ അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈരാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം അളവിൽ തൈര് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തതാണ്. ചെറിയ കഷ്ണങ്ങളായിരിക്കും ഈ ഒരു പുലാവിന് നന്നായിട്ട് തന്നെ വരിക കേട്ടോ. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് ഡ്രെയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. എല്ലോട് കൂടിയ ചിക്കൻ തന്നെയാണ് ഉപയോഗിക്കുമ്പോൾ തന്നെയാണ് ഈ ഒരു പുലാവ് നല്ല ഫ്ലേവറോട് കൂടി വരിക. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച ഒരു മിക്സും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കാശ്മീരി മുളക് പൊടി, എരിവുള്ള മുളക് പൊടി ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു 3 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 2 ടീസ്പൂൺ അളവിൽ ഹോം മെയ്ഡ് ഗരം മസാല കൂടെ ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു മിക്സിൽ ചിക്കൻ നന്നായിട്ട് എന്താ പറയുക, കുറച്ച് സമയം ഇരിക്കുമ്പോഴാണ്, ഒരു അരമണിക്കൂറെങ്കിലും മിനിമം മാരിനേറ്റ് ചെയ്ത് ഇരിക്കുമ്പോഴാണ് ആ ഒരു ഫ്ലേവേഴ്സൊക്കെ കറക്റ്റായിട്ട് വരിക കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് അളവിൽ ബസ്മതി റൈസാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഏത് റൈസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതുള്ളൂ കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഒരു അരമണിക്കൂർ വെള്ളത്തിലൊന്ന് കുതിർത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിവിടെ ഇരുന്നൊന്ന് കുതിർന്ന് വരട്ടെ. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യുടെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ബാക്കി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം അളവിൽ എണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 3 ബേ ലീഫ് ചേർക്കുന്നുണ്ട്, ഒരു തക്കോലം, അതുപോലെ ഒരു 1.5 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം കറുകപ്പട്ട, ഒരു 5 ഏലക്കായ, ഒരു 4 ഗ്രാമ്പൂണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് 1 മിനിറ്റ് ഒന്ന് ഈ ഒരു എണ്ണയിൽ ഒന്ന് വഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ഫ്ലേവേഴ്സൊക്കെ അതിലേക്ക് നന്നായിട്ട് വന്നിട്ടുണ്ടാവും. ഇനി ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 2 മീഡിയം സൈസിലുള്ള സവാള നീളത്തിൽ മുറിച്ചെടുത്തതാണ് കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. സവാള നന്നായിട്ട് തന്നെ വഴന്ന് വരണം, അപ്പോഴായിരിക്കും നന്നായിട്ട് തന്നെ വരിക കേട്ടോ. അപ്പോൾ കണ്ടോ, ഇതുപോലെ നല്ല പോലെ ഒന്നൊരു ഗോൾഡൻ ഷെയ്ഡിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇത് മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതാണ് ചേർത്ത് കൊടുക്കണത് കേട്ടോ. അപ്പോൾ ഒരു 10 അല്ലി വെളുത്തുള്ളിയും, അതുപോലെ ഒരു മീഡിയം സൈസിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയും, ഒരു 4 പച്ചമുളകുമാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. പച്ചമുളകിൻ്റെ എണ്ണ നമുക്ക് എരിവിനനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതുള്ളൂ കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ആ ഒരു പച്ചമണം നന്നായിട്ട് മാറി വരണം കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ആ ഒരു ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഈ ഒരു മസാലയായിട്ടൊന്ന് യോജിച്ച് തന്നെ വരട്ടെ. കണ്ടില്ലേ? ഇനി നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ അടച്ച് വെച്ചതിന് ശേഷം കുറഞ്ഞ തീയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത് ഇതൊന്ന് ചൂടായി വന്നപ്പോഴേക്കും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നന്നായിട്ട് വെള്ളം പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഇത് പകുതിയോളം ഒന്ന് വെന്തും വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് അരി ചേർത്ത് കൊടുക്കുള്ളൂ കേട്ടോ. അപ്പോഴായിരിക്കും പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരിക. അപ്പോൾ ഉപ്പ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കറക്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ഇതുപോലെ ഞാൻ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു ഗ്രേവി എല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോഴായിരിക്കും ആ ചിക്കനിലേക്ക് ഫ്ലേവേഴ്സൊക്കെ നന്നായിട്ട് തന്നെ വരിക കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു 4 കപ്പ് അളവിൽ നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 കപ്പ് ബസ്മതി റൈസാണ് നമ്മൾ എടുത്തത്. അപ്പോൾ 4 കപ്പ് അളവിൽ തിളച്ച വെള്ളം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും കേട്ടോ. കണ്ടില്ലേ? ഈ ഒരു രീതിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടെ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിതിലേക്ക് തക്കാളി ഇതുപോലുള്ള കാര്യങ്ങളൊന്നും തന്നെ ചേർത്തിട്ടൊന്നുമില്ല കേട്ടോ. ഇനി എല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം കേട്ടോ. ഈ ഒരു വെള്ളം ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം. ആ ഒരു രീതിയിലായിരിക്കണം.
പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഹോം മെയ്ഡ് ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു രീതിയിൽ. ഇപ്പോൾ ഇതെല്ലാം കൂടെ കണ്ടോ നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുതിർത്ത് വെച്ച ആരു ബസ്മതി റൈസ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ റൈസ് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് അരമണിക്കൂർ കുതിർത്തിയെടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് വന്നോളൂ കേട്ടോ. അതാണ് ചിക്കൻ നന്നായിട്ട് വെന്തതിന് ശേഷം ഇത് ചേർക്കുന്നതായിരിക്കും നന്നായിട്ട് വരിക. പിന്നെ എല്ലോട് കൂടി ചിക്കൻ എടുക്കുമ്പോഴാണ് ആ ഒരു ഫ്ലേവേഴ്സൊക്കെ റൈസിലേക്ക് നന്നായിട്ട് വരിക. പിന്നെ ഈ ചിക്കൻ സ്റ്റോക്കിലല്ലേ നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ റൈസിന് നല്ല ഫ്ലേവേഴ്സൊക്കെ ആയിരിക്കും. ബോൺലെസ് ചിക്കൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത്രയ്ക്കൊരു ഫ്ലേവേഴ്സ് ഒരിക്കലും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഒരു ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ ഒരു ബിരിയാണിയൊക്കെ കഴിച്ചൊരു സാറ്റിസ്ഫാക്ഷനും ഒരു ഫീലും ഒക്കെ ഉണ്ടായിരിക്കും ഒരു പുലാവൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാനൊക്കെ മടിയുള്ള സമയത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഓപ്ഷൻ കൂടിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലും കുറച്ച് പുതിനയിലും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുറഞ്ഞ തീയിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വരട്ടെ. ഇടയ്ക്ക് നമുക്കിതുപോലെ ഒന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു മസാല എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് തന്നെ ഒന്ന് യോജിച്ച് റെഡി ആയിട്ട് തന്നെ വന്നോളും. അപ്പോൾ ഇളക്കി കൊടുക്കുമ്പോൾ താഴേന്ന് മുകളിലേക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ റൈസ് പൊട്ടിപ്പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. കണ്ടില്ലേ, ഇതിപ്പോൾ ഒരു റൈസ് ഒരു പകുതിയോളം കുക്കായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വരണം റൈസ്, പക്ഷെ കുഴഞ്ഞു പോകരുത് കേട്ടോ. ആ ഒരു രീതിയിൽ തന്നെ വേവിച്ചെടുക്കുക. ഇനി വീണ്ടും അടച്ച് വെച്ച് കുറഞ്ഞ തീയിൽ വെച്ച് തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടോ പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ചൂടുണ്ട്. താഴേന്ന് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ നമുക്ക്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം, അതായിരിക്കും നല്ലത്. ഇതിൽ തന്നെ ഇട്ട് നമ്മൾ കുറേ സമയം ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ റൈസൊക്കെ പൊട്ടിപ്പോകാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നിട്ട് തണുത്തതിന് ശേഷം എടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും കേട്ടോ. കണ്ടോ, നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പുലാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടമാവും. ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഫ്ലേവറോട് കൂടിയിട്ടുള്ള ഒരു റൈസിൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടത്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻസിൻ്റെ എന്തിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാൻ. ഞാനിവിടെ ഒരു മിക്സ്ഡ് വെജിറ്റബിൾ റൈത്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാം കേട്ടോ.